ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമുക്ക് 3 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ കാര്യം, നമുക്കിന്നൊരു ഫാം ഏരിയ ഉണ്ടാക്കണം. അതിൽ പൊട്ടറ്റോ അല്ലെങ്കിൽ ക്യാരറ്റ് നടണം. രണ്ടാമത്തത്, എൻ്റെ ആ കളഞ്ഞു പോയ കുതിരയെ നമുക്ക് നോക്കി കണ്ടുപിടിക്കണം. മൂന്നാമത്തേന്ന് കുറച്ച് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കണം. ഇത്രയേ ഉള്ളൂ 3 ലക്ഷ്യങ്ങൾ. നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് മുന്നേ ഞാൻ വീടിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു സോഫ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മുകളിൽ ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വയ്ക്കാനാണ് നമുക്ക് ഐറ്റം ഫ്രെയിം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഫർണസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വില്ലേജിലോട്ട് പോയി ക്യാരറ്റോ പൊട്ടറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് വരുന്നത്. ക്രീപ്പർ ഓടിക്കോ പൊട്ടി. എൻ്റെ വീടിനൊന്നും പറ്റില്ല. അടുത്തത് ഓടിക്കോ, പെട്ടെന്ന് ഓടാ. നമുക്ക് വന്നിട്ട് ശരിയാക്കാം. നമുക്ക് ഫുഡില്ല, വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ലെതറും കിട്ടും നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ. ഒരെണ്ണം കിട്ടി. ഇതിന് 2 എണ്ണം കിട്ടി. ലാമയെ കൊന്നാലും കിട്ടും നമുക്ക് ലെതർ. നമുക്കിനി വില്ലേജിലോട്ട് പോവാം. ഗൈസിൻ്റെ കുതിരയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വരുന്ന വഴിക്കാനുണ്ടായിരുന്നു. നമുക്കിനി അവനെ കൂടെ ഒരിടത്ത് നിർത്തിയിട്ട് പോയി ക്യാരറ്റോ പൊട്ടറ്റോ പോയി എടുക്കാം. ഇവിടെ നിൽക്കട്ടെ, അറിയാൻ പോലെയാണ് ഇവിടെ നിൽക്കണേടാ. ഇപ്പോൾ വരാൻ. ഇവിടെ താഴത്തെ ഒരു വീട്ടിൽ അവിടെ ക്യാരറ്റും പൊട്ടറ്റോ ഉണ്ട്. എന്തോ ഉണ്ട് അതിൽ, നമുക്ക് പോയി എടുക്കാം. ഞാൻ അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ 2-3 തന്നെ കൊല്ലാൻ നിൽപ്പുണ്ട്. അവർ മരിച്ചിട്ട് അകത്തോട്ട് കയറാം. മീനടിക്ക് ഒരുവണ്ണം മരിച്ചു. എൻ്റെ പിക്കാക്സൊക്കെ അങ്ങനെ പോയി. അവനെ മരിച്ചു. നമുക്ക് പൊട്ടറ്റോ എടുക്കും. ഇവിടെ പൊട്ടറ്റോ ഉണ്ട്. അയ്യോ, ഒരു സ്കെൽട്ടൻ സോംബി. അവന്മാർ കൂടെ പോട്ടെ. അങ്ങനെ ആ സ്കെൽട്ടനെ ഞാൻ കൊന്നിട്ടുണ്ട്. നമുക്കിനി പൊട്ടറ്റോ എടുത്തോണ്ട് ഇവിടെ നിന്ന്. വേറെ ആരും ഇല്ലല്ലോ എൻ്റെ അടുത്ത്. ഹെയർബെയിൽ ഉണ്ട്, അതുകൊണ്ട് എടുത്തോണ്ട് പോകാം. ഹെയർബെയിൽ എടുക്കട്ടെ. മുകളിൽ അവിടെ കുറച്ച് മെലനും ഹെയർബെയിലും ഉണ്ട്, അതും കൂടെ എടുക്കണം നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ. ഇനി മുകളിലോട്ട് കയറട്ടെ. അതിന് മുകളിലത്തിന് ഇവിടത്തെയും കൂടെ എടുക്കട്ടെ നമ്മൾ. അതും അങ്ങനെ എടുത്തു. ഇനി എൻ്റെ ഹോഴ്സിനടുത്ത് ഞാൻ പോട്ടെ. എന്നിട്ട് കുറച്ച് മെലനൊക്കെ എടുക്കണം. ഒരു കട്ടിലും കൂടെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി ആവാറായി. എന്തോ വയ്ക്കുന്നു. ഉറങ്ങട്ടെ. അയ്യോ, കട്ടിലെടുത്തില്ല. ഏതെങ്കിലും വീട്ടിലുണ്ടോ നോക്കട്ടെ. അയ്യോ, രാത്രി കട്ടിലുമില്ല കയ്യിൽ. അയ്യോ, കുതിരയെ കൊണ്ടുവരാനുള്ളായിരുന്നു. പറമ്പിൽ താഴത്തെ വീട്ടിൽ നിന്നാണ് ഞാൻ കട്ടിലെടുത്തത്. എന്തോ സോംബീസ് കയറി. ഒന്നിലും ഓടി വീട്ടിൽ പോകണം. കുതിര എടുത്തോണ്ട് ഓടാം. മരണമൊക്കെ പിന്നെ വന്നെടുക്കാം. നമുക്കിപ്പോൾ പൊട്ടത്തെയും കൊണ്ടുപോയി അവിടെ നടാം. ഫാർമിങ് ഏരിയ ഉണ്ടാക്കിയിട്ട്. വലിയതായിട്ടല്ല, ചെറിയൊരു
സമയമായി പോ, ഓടിക്കോ. പെട്ടെന്ന് വാ. 2 സ്കെൽറ്റൻസ് പോണേ. ഒരു വെടി കൊള്ളു അപ്പം. കൊണ്ടു. പെട്ടെന്ന് ക്രീപ്പറിനെ മുന്നേ ചെന്ന് നിൽക്കണം. എൻ്റെ വീട് തോന്നിക്കണം. പെട്ടെന്ന് പോട്ടെ. പെട്ടെന്ന് ഓടിപ്പോ. സ്കെൽട്ടനൊക്കെ സ്പോണേ. നേരത്തെ ക്രീപ്പർ പൊട്ടി, അത് കൊള്ളാം. എടുത്ത് കുഴിക്കകത്ത് അങ്ങനെ ഉറങ്ങി. സമാധാനമായി. ഇനി അവർ മരിക്കും വരെ കാത്തിരിക്കണം. സ്കെൽട്ടൻ അവരെവിടെ? എന്തോ 2 പേര് മരിക്കുന്നു. ഒരാൾ എവിടെ നിൽക്കുന്നു. ഒരു ക്രീപ്പർ തോന്നിക്കുന്നു. നമുക്കപ്പോഴത്തേക്ക് ഹേബയിൽ ബ്രെഡ് ആക്കാം. ബ്രെഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ഫാർമേൽ ക്രിയേറ്റ് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാൻ അങ്ങനെ അവിടെ ഫ്ലോ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി പൊട്ടത്തേനെ നടാം. ഒരു സോമ്പിയൊക്കെ നമുക്കൊരു ക്യാരറ്റും കിട്ടിയിട്ടുണ്ട്. അതും കൂടെ വെച്ചേക്ക് എടുത്തു. ഇനി അങ്ങോട്ട് പോവാം. ഇത് നേരത്തെ എഴുതി വെച്ചത്. ഇങ്ങോട്ടാ ഫാം ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം വെക്കട്ടെ. അപ്പോൾ എൻ്റെ ഉള്ളത് അത്രയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കിട്ടുന്നതിനനുസരിച്ച് ഇത് മൊത്തം ഫുള്ളാക്കണം. ക്യാരറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അടുത്ത ജോലിക്ക് പോവാം. ഐറ്റം ഫ്രെയിം ഉണ്ടാക്കി വയ്ക്കാൻ എൻ്റെ കുറച്ച് ലെതറുണ്ട്. ഒരു 10 എണ്ണം ഉണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കാം. 10 എണ്ണം തികയുമായിരിക്കും. ഇത്രയും ചെസ്റ്റിൽ വയ്ക്കാൻ തന്നെ. ഈ ഏറ്റവും മുകളിലിരിക്കുന്ന ചെസ്റ്റിലേക്കും ഐറ്റം ഫ്രെയിം വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഐറ്റം ഫ്രെയിം ഉണ്ടാക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ഐറ്റം ഫ്രെയിമിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഐറ്റം ഫ്രെയിമിന് വയ്ക്കട്ടെ. വെച്ചു. ഇനി അതിൽ ലേബിലെ അതിൻ്റെ ഐറ്റംസ് എടുക്കട്ടെ. ഗൈസിൻ്റെ ഇപ്പോൾ ഇത്രയും സാധനങ്ങളെ വയ്ക്കാവുള്ളൂ. ഞാൻ ഇപ്പോൾ വയ്ക്കാം. ആദ്യത്തേത് മൈൻ ചെയ്ത് കിട്ടുന്നത് ബ്ലോക്ക്. രണ്ടാമത് നേച്ചറിൽ നിന്ന് കിട്ടുന്നത്. മൂന്നാമത്തെ വുഡ്. നാലാമത്തത് നമ്മുടെ ഓരോ ടൂൾസ്. രണ്ടാമത്തല്ല, അടുത്തത് എന്തുവാ, നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്സ്. അടുത്തത് ഫുഡ് ഐറ്റംസ്. ഇത്ര ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് വയ്ക്കാൻ 3 വരി ചെസ്റ്റും കൂടെ ഉണ്ട്. ഇത്ര തന്നെ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ജോലി അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് പോണേ. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.